വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. മദ്യക്കമ്പനിയായ ബക്കാർഡിയുടെ അപേക്ഷ സ്വീകരിച്ച് അതിവേഗത്തിലാണ് തീരുമാനം വന്നതെന്നും അഴിമതിക്ക് വേണ്ടിയാണ് ഇതെന്നും പ്രതിപക്ഷം. ഭരണപക്ഷത്തിൽ നിന്ന് ആവശ്യം ഉയർന്നതിന് പിന്നാലെ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കി. എന്നാൽ സഭയ്ക്ക് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രതിപക്ഷം അഴിമതി ആരോപണം ആവർത്തിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് നിരാകരിച്ചതിനു പിന്നാലെയാണ് പ്രതിപക്ഷം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച തീരുമാനത്തിൽ അഴിമതി ആരോപിച്ചത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആരോപണം സഭാരേഖകളിൽ നീക്കി. എന്നാൽ സഭാ സമുച്ചയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം ആവർത്തിച്ചു. ബക്കാർഡി കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തീരുമാനമെടുത്തത്. റിക്കാർഡ് വേഗത്തിൽ ഇതിന്റെ ഫയൽ മൂവ്മെന്റ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന കാര്യം. വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫയൽ ജമ്പ് ചെയ്ത് പോയി. സഭാതലത്തിലെ അഴിമതി ആക്ഷേപം ചട്ടവിരുദ്ധമെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, വാക്കൌട്ട് ചെയ്യാം. പക്ഷേ ആ കേസിന്റെ മെറിറ്റിലേക്ക് ആ റൂൾ 50 കൊടുത്ത നോട്ടീസിലെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പ്രസംഗിച്ചു. ഞങ്ങൾക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്നും മറുപടി പറയാൻ അവസരം പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. റൂൾ 52-ന്റെ വളരെ വലിയ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത് സഭയിൽ. ബജറ്റ് ചർച്ചയുടെ ആദ്യ ദിവസം പരാമർശ വിഷയം മാത്രമായിരുന്ന നികുതി കുറയ്ക്കൽ റൂൾ 50 പ്രകാരം ഉന്നയിക്കാനായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ശ്രമം. കെ എൻ ബാലഗോപാൽ നൽകിയ നോട്ടീസ് സ്പീക്കർ തള്ളിക്കളഞ്ഞു. അത് ദയവായിട്ട് ചർച്ചയാക്കരുത്. നമുക്ക് അങ്ങേക്ക് ഇത് വേണമെങ്കിൽ ഒരു സബ്മിഷനായിട്ട് പിന്നീട് ഏതെങ്കിലും സന്ദർഭത്തിൽ കൊണ്ടുവരാം. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത് സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.